ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടാഴ്ചയായി നമ്മൾ ചീരയൊക്കെ നട്ടിട്ട് അപ്പോൾ അത് വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നേരെ പറമ്പിലേക്ക് പോവുകയാണ്. രണ്ട് ചീരയൊക്കെ നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ട്. അപ്പം അതിന്ന് പറിക്കാൻ ഓർത്താണ് ഇരിക്കുന്നത്. ഒരു 80% ആൾക്കാരും പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. പച്ചക്കറിയൊക്കെ നടുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാണല്ലേ. എന്നാൽ ഉറുമ്പ്, മുരടിപ്പ്, പുള്ളിക്കുത്ത് ഇവ മൂലം ഇലകളുടെ വളർച്ച മുരടിച്ചു പോകാറുണ്ട്. ഇലപ്പുള്ളി രോഗമാണ് കൂടുതലും കാണുന്നത്. അതിന് ചീരച്ചുവട്ടിലെ ഇലകളെല്ലാം പറിച്ചു കളയുക എന്നതാണ് ഒരു മാർഗം. നമ്മൾ നട്ട ചീരയിൽ കൂടുതൽ ഇലപ്പുള്ളി രോഗമാണ് കണ്ടുവരുന്നത്. മുളുത്ത ഇലകൾ മാത്രം എടുത്തിട്ട് താഴെയുള്ള ഇലകൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചീരയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയ സാധനങ്ങൾ പറയാം. 5 ഗ്രാം മഞ്ഞൾപ്പൊടിയും 5 ഗ്രാം കായപ്പൊടിയും 2 ഗ്രാം സോഡപ്പൊടിയും 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഷേക്ക് ചെയ്ത് എടുത്ത് ഏകദേശം ഒരു ഓറഞ്ച് കളർ വരും. എന്നിട്ട് ചീരയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചീരയുടെ താഴ്ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ മിശ്രിതം അടിച്ചു കൊടുത്താൽ അടുത്ത തവണ നല്ല ചീരയില ഉണ്ടാവും. ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണല്ലേ. ജീവകം എ, സി, കെ, ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. വിറ്റാമിനുകളുടെ കലവറയാണ് ചീര. അമിതവണ്ണം, രക്തസമ്മർദ്ദം, പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് നല്ലതാണ്. ചർമ്മം, തലമുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചീരയുടെ ഉപയോഗം ഉത്തമമാണ്. ചീര കട്ട് ചെയ്യുന്ന ആൾ ചീര ആസ്വദിച്ചാണ് ചീര കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിളവ് വേണ്ടേ കുറച്ച് പറിച്ചതേണ്ട പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ചീര കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ മക്കൾ കഴിക്കുകയില്ല കേട്ടോ. വിറ്റാമിൻസ് ഉള്ള ഒരു ഐറ്റവും കഴിക്കുകയില്ല. നിർബന്ധിച്ച് വാരിക്കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആമാശയ ക്യാൻസർ തടയാനും ചീര കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ അമിതമായി ചീര കഴിച്ചാൽ ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗ്യാസ് കയറാൻ തുടങ്ങും. അമിതമായി ചീര കഴിച്ചാൽ നമുക്ക് ദഹനം കുറയും. അതുകൊണ്ട് ഗ്യാസ് കയറാനുള്ള ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകും. അത് ധാരാളം വെള്ളം കുടിച്ചാൽ ആ ഒരു കുഴപ്പം ഇല്ലാതാകും. പിന്നെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറി കൂട്ടാൻ ശ്രമിക്കുക. എപ്പോഴും അഡീഷണൽ ഫുഡായിട്ട് തന്നെ നമ്മൾ ചീര ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 20-30 ചുവടുകൾ മാത്രമേ ചീര നട്ടിട്ടുള്ളൂ. ഇനിയും നടാനുണ്ട്. അപ്പോൾ പകുതി ചീര പറിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പറിച്ചാൽ മതി. ചീരയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറേ വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ കൂട്ടാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും കഴിയില്ല, രാത്രിയാകാറായി. അപ്പം നാളെയാണ് ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വലിയ കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് പണ്ടത്തെ ഓർമ്മയൊക്കെ വരുന്നത്. ഇതുപോലെ എത്രയോ തവണ ഞങ്ങളെ ഇതിലിരുത്തി പപ്പയും അമ്മയും വലിച്ചേക്കുന്നു. അവസാനം എല്ലാ ചീരയും പറിച്ചിട്ടുണ്ട്. ഒരു 3 കറി വെക്കാനുള്ള ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയല്ലേ ചീര നട്ടു പറിച്ച് കറി വെക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണല്ലേ. അപ്പം ഇന്ന് രാത്രി ചീരക്കറിയാണ് നമുക്ക് കറി. ചീരയൊക്കെ അരിഞ്ഞു, അങ്ങനെ തോരൻ വെച്ചു. അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ടച്ച് ചെയ്തോളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.